ഹലോ, ഇന്ന് നമ്മൾ മലബാറിൻ്റെ സ്വന്തം ഇറച്ചിച്ചോറാണ് ഉണ്ടാക്കുന്നത്. അതായത് തലശ്ശേരി മാഹിക്കാരുടെ സ്റ്റൈലിലുള്ള ഇറച്ചിച്ചോറാണ് ഞാനിന്ന് ഉണ്ടാക്കുന്നത്. നമ്മുടെ തലശ്ശേരി മാഹി ഭാഗത്തുള്ളവർക്ക് എന്തെങ്കിലും വീട്ടിലൊരു പരിപാടി ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ ബിരിയാണി ഉണ്ടാക്കുന്ന പോലെ ഉണ്ടാക്കുന്ന ഒരു ഐറ്റമാണ് ഇറച്ചിച്ചോറ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള, വളരെ രുചികരമായിട്ട് ഈ ഇറച്ചിച്ചോറ് എങ്ങനെ തയ്യാറാക്കാമെന്ന് നമുക്ക് നോക്കാം. നമ്മൾ സാധാരണ ബീഫ് അല്ലെങ്കിൽ മട്ടൺ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ ഇറച്ചിച്ചോറ് തയ്യാറാക്കുന്നത്. അതുപോലെ നമ്മുടെ ജീരകശാല റൈസ്, ചെറിയ റൈസില്ലേ ബിരിയാണിയൊക്കെ ഉണ്ടാക്കുന്ന ജീരകശാല റൈസ് അല്ലെങ്കിൽ കൈമ റൈസ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ ഇറച്ചിച്ചോറ് തയ്യാറാക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നമ്മളൊരു പ്രഷർ കുക്കറിലേക്ക് 1 ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിൽ എടുക്കാം. 1 ടേബിൾ സ്പൂണ് ഗീ ഇട്ട് കൊടുക്കാം. അതിലേക്ക് ഒരു 5 മീഡിയം സൈസിലുള്ള ഉള്ളി നീളത്തിലരിഞ്ഞത് ചേർത്ത് കൊടുക്കണം. നമ്മൾ ആദ്യം ഇതിൻ്റെ മസാലയാണ് തയ്യാറാക്കുന്നത്. നമുക്ക് ഈ ഉള്ളി ഒന്ന് വഴറ്റിയെടുക്കാം. ഒന്ന് അടച്ച് വെച്ചിട്ട് നമുക്കിതൊന്ന് വഴറ്റിയെടുത്താൽ മതി. ഇനി നമ്മൾ ഇതിലേക്ക് ഒരു 6 മുതൽ 8 വരെ പച്ചമുളക് ചതച്ചത്, ഞാനൊരു 8 പച്ചമുളക് ചതച്ചത് എന്തായാലും ചേർക്കും. കുറച്ച് എരിവൊക്കെ ഉണ്ടെങ്കിൽ ഈ ചോറ് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കണം. എല്ലാം കൂടെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാൻ 1 ടീസ്പൂൺ നിറയെ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഉപ്പ് നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് ചേർക്കാം. 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയോ, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടേബിൾ സ്പൂൺ ഏതെങ്കിലും നല്ല മീറ്റ് മസാലയും കൂടെ ചേർത്ത് കൊടുക്കണം. നിങ്ങൾ ഉപയോഗിക്കുന്ന മീറ്റ് മസാലയിൽ നിന്ന് നല്ല ബ്രാൻഡ് നോക്കിയിട്ട് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്തിട്ട് നമുക്ക് ഈ മസാലപ്പൊടികളൊക്കെ ഒന്ന് ഉള്ളിയുടെ കൂടെ ഒന്ന് വഴറ്റിയെടുക്കണം. മസാലപ്പൊടികളുടെ പച്ചമണമൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. നമ്മൾ ഇതിലേക്ക് ഒരു 3 തക്കാളി ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. നമ്മളിവിടെ 1 കിലോ ബീഫാണ് എടുത്തത്. മട്ടൺ എടുക്കുന്നുണ്ടെങ്കിൽ മട്ടണും ചേർത്ത് എടുക്കാം. നന്നായിട്ട് കഴുകിയതിന് ശേഷം ഒരു അരിപ്പയിലിട്ടിട്ട് നമ്മൾ വെള്ളമൊക്കെ മാറ്റിയിട്ടുണ്ട്. ആ ബീഫ് നമുക്കിതിലേക്ക്, എല്ലോട് കൂടിയ ബീഫ് തന്നെയാണ് ഞാൻ ചേർത്തത്. ബീഫ് നമുക്കിതിലേക്ക് ഇട്ടിട്ട് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ കുറച്ചും കൂടെ ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മൾ നേരത്തെ ഉപ്പ് ചേർത്തിട്ടുണ്ട്, എന്നാലും ഞാനൊരു 1/2 ടീസ്പൂണും കൂടെ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നമുക്കിതിലേക്ക് ഒരു 1/2 കപ്പും കൂടെ വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് ബീഫ് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. ഒരു 5 or 6 വിസിലടിച്ചിട്ടാണ് ഞാൻ സാധാരണ ബീഫ് വേവിക്കാറുള്ളത്. അതുപോലെ നിങ്ങൾ ബീഫ് ഒന്ന് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. ഇനി നമുക്കിതിന് വേണ്ടിയിട്ടുള്ള റൈസ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഒരു വലിയ പാനിലേക്ക് നമ്മൾ 2 ടേബിൾ സ്പൂൺ ഗീയും 2 ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണയും ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിൽ ഒഴിക്കാം. അതിലേക്ക് നമ്മൾ കുറച്ച് ഹോൾ സ്പൈസസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 4-5 ഏലക്കായും, ഒരു 2 ബേ ലീവ്സ്, ഒരു 4-5 ഗ്രാമ്പു, ഒരു ചെറിയ പീസ് കറുവാപ്പട്ട, 2 ഉണക്ക നാരങ്ങയും കൂടെ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 3/4 കിലോ അരിയാണ് ഞാൻ എടുത്തത്. നന്നായിട്ട് കഴുകിയതിന് ശേഷം നമുക്ക് അരി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അരി നന്നായിട്ട് വറുത്തിട്ടാണ് നമ്മൾ ഈ ചോറ് തയ്യാറാക്കുന്നത്. അപ്പോൾ നമ്മുടെ ചോറിന് നല്ലൊരു ടേസ്റ്റ് വരും. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണം. നമ്മുടെ ചോറിന് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കണം. ഏകദേശം 1 ടീസ്പൂൺ നിറയെ ഉപ്പ്, ഞാൻ 1.5 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഉപ്പൊക്കെ നിങ്ങൾ നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ കുക്കറിലെ പ്രഷറൊക്കെ പോയിട്ടുണ്ട്. നമ്മുടെ ബീഫൊക്കെ ഒന്ന് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ടോ എന്ന് നമുക്ക് നോക്കാം. നമ്മൾ സാധാരണ 3/4 കിലോ അരി എടുക്കുമ്പോൾ നമ്മൾ 1 കിലോ തന്നെ ബീഫ് എടുക്കുമ്പോഴാണ് നമ്മുടെ ഇറച്ചിച്ചോറിന് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാകുന്നത്. നമ്മുടെ റൈസിനേക്കാളും കുറച്ചധികം നമ്മൾ ബീഫ് എന്തായാലും എടുക്കണം. അതാണ് നമ്മുടെ ഇതിൻ്റെ ഒരു
ടേസ്റ്റ് വരുന്നത്. ഒരു 2 ചെറുനാരങ്ങയുടെ നീര് മുഴുവനായിട്ടും ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഗ്രേവിയിലേക്ക്. പിന്നെ കുറച്ചധികം മല്ലിയിലയും കൂടെ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. മല്ലിയില ചേർക്കുമ്പോൾ നമുക്ക് നല്ലൊരു ടേസ്റ്റ് വരും നമ്മുടെ ഗ്രേവിക്ക്. 1 ടീസ്പൂണ് ഗരം മസാല നമ്മൾ ലാസ്റ്റാണ് ചേർത്ത് കൊടുക്കുന്നത്. എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഉപ്പൊക്കെ നോക്കാം നമുക്ക് ഈ സമയത്ത്. അപ്പോൾ നമ്മുടെ ഗ്രേവിയും തയ്യാറായി. ഇനി നമ്മൾ ഈ വറുത്ത് വെച്ച അരിയിലേക്ക് നമ്മുടെ ഗ്രേവി മുഴുവനായിട്ട് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ചോറ് വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളവും നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. 1 കപ്പിന് 1.5 കപ്പ് അളവിലാണ് വെള്ളം ഞാനിവിടെ ചേർത്തത്. നമ്മുടെ ഗ്രേവിയുടെ വെള്ളം കൂടി ഉള്ളതുകൊണ്ട് നമ്മൾ കൂടുതൽ വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല. പിന്നെ നിങ്ങൾ എടുക്കുന്ന അരിക്ക് അനുസരിച്ചിട്ടുള്ള വെള്ളം നിങ്ങൾ ചേർത്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഉപ്പ് നോക്കാം, ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കണം. അപ്പോൾ നമ്മുടെ ഗ്രേവിയും ചോറിന് ആവശ്യമായിട്ടുള്ള വെള്ളമൊക്കെ ചേർത്ത് നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കുറച്ചും കൂടെ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കണം. ഇനി നമുക്കിതൊന്ന് അടച്ച് വെക്കാം. ഫ്ലെയിം ഒന്ന് കുറച്ചിട്ട് നമുക്കിത് ഒരു 10 മുതൽ 15 മിനിറ്റ് വരെ ലോ ഫ്ലെയിമിലിട്ടിട്ട് നമ്മുടെ വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ചെടുത്തിട്ട് നമ്മുടെ ചോറ് നമുക്ക് റെഡിയാക്കിയെടുക്കാം. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഇറച്ചിച്ചോറിൻ്റെ റെസിപ്പിയാണിത്. നിങ്ങൾ എന്തായാലും ഒന്ന് ഉണ്ടാക്കി നോക്കണം. മട്ടൻ വെച്ചിട്ട് ചെയ്യുമ്പോഴും ഭയങ്കര ടേസ്റ്റാണിത്. അപ്പോൾ ഇനി നമുക്ക് ഫ്ലെയിം വളരെ കുറച്ചിട്ട് നമുക്ക് ഈ ചോറൊന്ന് വേവിച്ചെടുക്കാം. വെള്ളം ചേർക്കുമ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മുടെ ഗ്രേവിയിലും നമ്മൾ ആവശ്യത്തിനുള്ള വെള്ളമുണ്ട്. എന്നാലും നമ്മുടെ റൈസിന് വേവാൻ ആവശ്യമായ വെള്ളം നമ്മൾ എന്തായാലും ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കാം. ചെറിയ ഫ്ലെയിമിൽ നമുക്ക് കുറച്ച് നേരം കൂടെ ഇതൊന്ന് വെക്കണം. നല്ലൊരു സ്റ്റിക്കി ആയിട്ടുള്ള മസാലയൊക്കെ പിടിച്ചിട്ടുള്ള നല്ലൊരു റൈസാണ്. നിങ്ങൾ എന്തായാലും ഒന്ന് ഉണ്ടാക്കി നോക്കണം. കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂണ് ഗരം മസാല നമ്മൾ മുകളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. കൂടുതൽ വേണ്ട കേട്ടോ. ഒരു 1/2 ടീസ്പൂണ് മുതൽ 1/4 ടീസ്പൂണ് വരെ മതി. മല്ലിയില കുറച്ചും കൂടെ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്കിതിനി ചൂടോടുകൂടി തന്നെ സെർവ് ചെയ്യാം. നമ്മൾ പപ്പടോ അച്ചാറും തൈരും ഉണ്ടെങ്കിൽ തൈര് എന്തെങ്കിലും നമ്മൾ കുക്കുംബറൊക്കെ ഇട്ടിട്ട് സാലഡാക്കിയിട്ട് നമുക്കിതിൻ്റെ കൂടെ കഴിക്കാം. വളരെ ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങളെന്തായാലും ഈ റൈസ് ഒന്ന് ഉണ്ടാക്കി നോക്കണം. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇതുപോലുള്ള പുതിയ വീഡിയോസായിട്ട് വീണ്ടും കാണാം. താങ്ക് യു.